40 ദിവസം നീണ്ടുന്ന പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2.5 മണിക്കൂർ മാത്രം. ഈ 2.5 മണിക്കൂറിനെ ഏറ്റവും ആഘോഷപൂർണ്ണമാക്കുകയാണ് എല്ലാ പാർട്ടിക്കാരും അവരുടെ പ്രവർത്തകരും. തെരുവീഥികൾ പ്രവർത്തകരാൽ, മുദ്രാവാക്യങ്ങളാൽ, വാദ്യഘോഷങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എല്ലാ മണ്ഡലങ്ങളിലേക്കും നമുക്ക് പോവാം. ഇപ്പോൾ മലപ്പുറത്തേക്ക് പോകുന്നു. അനുമോദാണ് ചേരുന്നത്. അനുമോദ്, നമ്മുടെ ഫ്രെയിമിൽ നിറയെ കൊടികളും തോരണങ്ങളും മുദ്രാവാക്യങ്ങളും വാദ്യഘോഷങ്ങളുമാണ്. മലപ്പുറത്തിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഗോപി, മലപ്പുറം കുന്നുമ്മൽ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 റോഡുകൾ വന്നു ചേരുന്ന ജംഗ്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഒരു വശം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ചെങ്കൊടി പാറി പറക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി VP സാനു തൊട്ടപ്പുറത്ത് തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. 4 വഴികൾ 4 പാർട്ടികൾക്കായിട്ടാണ് ഇവിടെ പോലീസ് നൽകിയിരിക്കുന്നത്. ഒരു വഴിയിൽ CPM, അതിന് തൊട്ടടുത്ത കളക്ടറേറ്റിലേക്ക് നീങ്ങുന്ന വഴിയിൽ BJP, പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വഴി UDF, മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ SDPI തുടങ്ങി 4 പാർട്ടികൾക്ക്, പ്രധാന പാർട്ടികൾക്കായിട്ട് ഈ കൊട്ടിക്കലാശത്തിന് 4 വഴികൾ പോലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. മലപ്പുറത്തിന്റെ പ്രധാന ആകർഷണമായ റൗണ്ടിലേക്ക് പക്ഷേ ഇത്തവണ ആരെയും പ്രവേശിപ്പിക്കില്ലെന്ന് പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. റൗണ്ടിൽ കയറാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് തടയും. അതിനുള്ള അത്തരത്തിൽ പോലീസ് കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മലപ്പുറം നഗരത്തിലേക്കുള്ള ഗതാഗതത്തെയും ഭാഗികമായി പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. VP സാനു തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുവാനായി കുന്നുമ്മലിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവനുണ്ട്. VP സാനു മണിക്കൂറുകൾ രാവിലെ തൊട്ട് മലപ്പുറം വരെ ഫുള്ള് LDF ആണ്, ലീഗില്ല. ഞങ്ങൾ സാനു എന്ത് വന്നാലും ഒരു ബോട്ട് ചേക്കുന്നില്ല. പ്രവർത്തകർ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരുടെ ആവേശത്തിന് നടുവിലാണ് തുറന്ന വാഹനത്തിൽ VP സാനു അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. രാവിലെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ വാഹന പ്രചാരണം ഇപ്പോൾ മലപ്പുറം എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാനു സംസാരിക്കുകയാണ്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുമ്പോൾ അന്ന് എന്നോട് പല മാധ്യമ പ്രവർത്തകരും ചോദിച്ചത് എന്താണ് ഈ മത്സരത്തിൽ എത്ര കണ്ട് ഭൂരിപക്ഷം കുറക്കാൻ സാധിക്കുമെന്നാണ്. അന്ന് ഒരു നിമിഷത്തെ പോലും ആലോചന ഇല്ലാതെ ഞാൻ പറഞ്ഞത് ഈ പോരാട്ടം വിജയിക്കാൻ വേണ്ടി. ഇത്തരത്തിൽ പ്രവർത്തകർ വളരെ ആവേശത്തിലാണ് ഇവിടെയുള്ളത്. നമുക്ക് മറ്റു ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട്. CPM-ന്റെ പ്രവർത്തകർ ആവേശത്തോടെ സാനുവിന്റെ വാക്കുകൾ കേൾക്കുകയാണ്. വലിയൊരു പ്രവർത്തന വലയം തന്നെ ഇവിടെ തീർത്തിരിക്കുന്നു. നമുക്ക് ഈ റോഡിന്റെ തൊട്ടപ്പുറത്താണ് UDF-ന്റെ പ്രവർത്തകരുടെ കലാശക്കൊട്ട് നടക്കുന്ന പോകേണ്ടതുണ്ട്. ഇവിടെ CPM-ന്റെ ആവേശം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ റോഡിന്റെ മറുവശത്ത് ലീഗ് പ്രവർത്തകരും വളരെ ആവേശത്തോടെ കലാശക്കൊട്ട് ആഘോഷമാക്കുകയാണ്. പെരിന്തൽമണ്ണ റോഡിലാണ് ലീഗ് പ്രവർത്തകരുടെ ആഘോഷങ്ങൾ നടക്കുന്നത്. വലിയ തോതിലുള്ള ഗതാഗത നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത തടസ്സം പലയിടത്തും വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ലീഗിന്റെ പ്രവർത്തകരുടെ, മുസ്ലിം UDF പ്രവർത്തകരുടെ കുട്ടിക്കലാശ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വശത്ത് LDF-ന്റെ CPM-ന്റെ കൊട്ടിക്കലാശം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് UDF-ന്റെ ലീഗിന്റെ കൊട്ടിക്കലാശവും ആഘോഷപൂർവ്വം പുരോഗമിക്കുകയാണ്. ഓട്ടമുട്ടലും വലിയ കൊടികൾ വീശുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തോതിലുള്ള പച്ചക്കടലായി മാറിയിരിക്കുകയാണ് മലപ്പുറം നഗരത്തിന്റെ ഒരു വശം പച്ചക്കടലും മറുവശം ചെങ്കടലുമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. വലിയ തോതിലുള്ള പ്രവർത്തകരുടെ സംഗമം, പ്രവർത്തകർ കൂട്ടമായി പല ഭാഗത്തു നിന്നും, ജില്ലയുടെ പല മേഖലകളിൽ നിന്നും മലപ്പുറം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VP സാനു മറുവശത്ത് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ പാട്ടും ആക്രമണവും ഓട്ടത്തുമായി പ്രവർത്തകർ തന്നെ കൊട്ടിക്കലാശം ആഘോഷമാക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് UDF-ന്റെ സ്ഥാനാർത്ഥി VK കുഞ്ഞാലിക്കുട്ടി ഇവിടെ മലപ്പുറം നഗരത്തിലല്ല കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഭയങ്കര നിയോജക മണ്ഡലത്തിലാണ്. പക്ഷേ ആ സ്ഥാനാർത്ഥി ഇവിടെ എത്തുന്നില്ല എന്നതിന്റെ കുറവൊന്നും ഇവിടെ പ്രവർത്തകർക്കില്ല. അവർ ആഘോഷപൂർവ്വം നൃത്തം ചവിട്ടുകയാണ്. മലപ്പുറത്തിന്റെ നഗരഹൃദയത്തിൽ ആഘോഷപൂർവ്വം പ്രവർത്തകർ തങ്ങളുടെ കുട്ടിക്കലാശം
ആഘോഷമാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ തവണയും മലപ്പുറം നഗരത്തിലെ ആഘോഷങ്ങൾക്ക് കൊട്ടിക്കലാശത്തിന് വേദിയാകുന്നത് മലപ്പുറം കുന്നുമ്മൽ ജംഗ്ഷനാണ്. ഇത്തവണ പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം മുതൽ തന്നെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഈ പ്രവർത്തനം നിൽക്കുന്ന ഈ സ്ഥലത്തിന് പിന്നിൽ പോലീസ് ബാരിക്കേഡും വെച്ചിട്ടുണ്ട്. मैं जहां पर भी गया, पूर्व में गया, पश्चिम में गया, उत्तर में गया, दक्षिण में गया, एक ही आवाज सुनाई पड़ती है, मोदी 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 मोदी। കേരളത്തിന്റെ തെരുവീഥികൾ കൊടികളാലും തോരണങ്ങളാലും മണികളുടെ ആവേശത്താലും കീഴടക്കി കഴിഞ്ഞു. സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ പോയത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ഒരു ഭാഗത്ത് ചെങ്കടലും ഒരു ഭാഗത്ത് പച്ചക്കടലുകളും. ഏറ്റവും ജനാധിപത്യത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായ ദൃശ്യ ആഘോഷം തന്നെയാണ്. പ്രവർത്തകർ അവരവരുടെ പാർട്ടികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു, ആവേശത്തോടുകൂടി നൃത്തം ചെയ്യുന്നു. പക്ഷേ എപ്പോഴും വളരെ ശാന്തരായി തന്നെ മറുഭാഗത്തെ ആക്രമിക്കാതെയും വളരെ ശാന്തരായിക്കൊണ്ടാണ് കൊട്ടിക്കലാശം എല്ലാ പ്രാവശ്യവും ഉള്ളത്. ചില അപൂർവം ഇടങ്ങളിൽ മാത്രം ചില ആവേശങ്ങൾ അമിതാവേശത്തിലേക്ക് കടക്കും എന്നൊഴിച്ചാൽ രാഷ്ട്രീയ പക്വത ഈ എല്ലാ അണികളും കാണിക്കുന്ന ഒരു ദിവസം കൂടിയാണ് കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. കഴിഞ്ഞ 40 ദിവസമായി ആശയങ്ങളുടെ പ്രചരണമായിരുന്നു. പക്ഷേ ഇന്ന് ആഘോഷങ്ങളിലൂടെ ശക്തി തെളിയിക്കുക, കരുത്തറിയിക്കുക, തീരുമാനമെടുക്കാതെ വല്ലവരും ബാക്കി ഉണ്ടെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ഇപ്പോഴും തീരുമാനിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഞങ്ങൾ വിജയിക്കാൻ പോകുന്നു, ഞങ്ങളുടെ ശക്തി ഇത്രമാത്രമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അണികൾക്ക്, പാർട്ടികൾക്ക് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. മാത്രമല്ല നാളെ ഇനി ഇതിനൊന്നും അവസരമില്ല എന്നുള്ളതും സ്വാഭാവികമായും എല്ലാ പാർട്ടിക്കാരും അണികളും രാഷ്ട്രീയ വിശ്വാസമുള്ളവരും തെരുവിലേക്ക് ഇറങ്ങി ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ് കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. കുറേ വർഷങ്ങളായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ കൊട്ടിക്കലാശ ദിവസത്തെ ആഘോഷങ്ങൾ എത്രമാത്രം മനോഹരമാക്കാം എന്നുള്ളതാണ് പാർട്ടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. വിവിധ ഇടങ്ങളിൽ കൊട്ടിക്കലാശത്തിനായി കൊട്ടിക്കലാശത്തിനായി കൃത്യമായ ഇടങ്ങൾ പോലീസ് തന്നെ നൽകിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് പ്രവർത്തകരാണെങ്കിലും പാർട്ടിക്കാരാണെങ്കിലും ആ പോലീസിന്റെ നിർദ്ദേശങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് ആവേശമുണ്ട്, ആഘോഷമുണ്ട്. എന്നാലും അതിരുകടക്കാത്ത ആവേശവുമായി, അതിരുകടക്കാത്ത ആഘോഷവുമായി രാഷ്ട്രീയ പക്വതയോടുകൂടി തന്നെ ചിട്ടയായി തന്നെ കൊട്ടിക്കലാശങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 4 മണിയോട് അടുക്കുന്നു. ഇനി 2 മണിക്കൂർ മാത്രമാണുള്ളത്. ആ സമയം 2 മണിക്കൂറാകുമ്പോൾ തന്നെ പോലീസ് നൽകിയിട്ടുള്ള ഈ കുട്ടിക്കലാശത്തിനായി നൽകിയിട്ടുള്ള സ്ഥലത്തേക്ക് സ്ഥാനാർത്ഥികൾ എത്തും. വിവിധ സ്ഥലങ്ങളിൽ നിന്നും റോഡ് ഷോകളുമായാണ് സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ എത്തുന്നതോടുകൂടി അവരുടെ ചെറിയ പ്രസംഗങ്ങളുണ്ടാവും. അതോടുകൂടി തന്നെ ആരാധകർ, അണികൾ വലിയ തോതിൽ ആവേശത്തിലേക്ക് എത്തുകയും ചെയ്യും. അതോടുകൂടി 6 മണിക്ക് സൈറൻ മുഴങ്ങുന്നതോടുകൂടി എല്ലായിടത്തും ഈ കൊട്ടിക്കലാശം അവസാനിപ്പിക്കുന്നു. പിന്നെ നിശബ്ദതയിലേക്ക് പോകുന്നു. ആ നിശബ്ദതയ്ക്ക് മുമ്പുള്ള ആഘോഷങ്ങൾ, ആ നിശബ്ദതയ്ക്ക് മുമ്പുള്ള നിമിഷങ്ങൾ, അത് എത്രമാത്രം ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ കഴിയും, എത്രമാത്രം ആവേശത്തിൽ നൃത്തം വയ്ക്കാൻ കഴിയും, എത്രമാത്രം ശക്തിയിൽ കൊടി വീശാൻ കഴിയും എന്നത് മാത്രമേ ഓരോ പാർട്ടി അണിയുടെയും മനസ്സിലുള്ളൂ. അവരത് ചെയ്യുകയും ചെയ്യുന്നു. പാണ്ഡം പോലെ ഈ മണ്ഡലത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇടതു വലതു മുന്നണികളെ ചവിട്ടി പുറത്താക്കി ഈ മണ്ഡലത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ അത്ഭുതകരങ്ങളായ വികസന പദ്ധതികളുടെ വിസ്മയ വസന്തം സൃഷ്ടിക്കുവാൻ തനിക്കൊരവസരമേകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ജനവിധി നേടുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുന്നണി പോരാളി ശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ വിലയേറിയ സമ്മതിദാനാവകാശ സ്ഥാപനങ്ങളെയാവും രേഖപ്പെടുത്തി. അശ്വിൻ, കേൾക്കാമോ? സ്വാഭാവികമായും പ്രചാരണത്തിന്റെ കലാകാരങ്ങളിൽ ചോദ്യം കേട്ടുവരുന്നവരില്ല. എന്നാലും കേൾക്കുമെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? അശ്വിൻ ശബ്ദ കോലാഹലങ്ങളിൽ പെട്ടുവെന്ന് തോന്നുന്നു. സ്വാഭാവികമായും മറുഭാഗത്തു നിന്നും 2 ഭാഗത്തു നിന്നുള്ള പ്രവർത്തകരുടെ ആവേശവും അവിടെ തന്നെ. കണ്ണൂർ സിറ്റിയിൽ UDF പ്രവർത്തകരുടെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് അണികളെല്ലാം. ഇവിടെ 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടി 2 മണിക്ക് തന്നെ പ്രവർത്തകരെല്ലാം തന്നെ വേഷമണിഞ്ഞെല്ലാം
വിജയപ്രതീക്ഷയെക്കുറിച്ച് ഇവരോട് തന്നെ ചോദിക്കാം. സുധാകരൻ എത്ര വോട്ടിന്? 30,000 വോട്ടിന് ജയിക്കും. മുസ്ലിം ലീഗിന്റെ ആവേശ വോട്ടർമാരായ സുധാകരൻ 30,000 വോട്ട് ജയിക്കും. അത് ലീഗിന്റെ ശക്തി കണ്ണൂർ സിറ്റിയിൽ തെളിയിക്കും. അത് നമ്മുടെ ഭാഷയാണ്. കണ്ണൂർ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാഷ. 30,000 വോട്ടിന് സുധാകരൻ ജയിച്ചിരിക്കും. ഗോപി, അണികളെ ആവേശം കൊള്ളിക്കുന്ന നേതാവാണ് കെ സുധാകരൻ. അതേ ആവേശം ഇവിടെ അണികളിലും കാണാം. സുധാകരൻ 30,000 വോട്ടിനെങ്കിലും സുധാകരൻ ജയിച്ചു കഴിഞ്ഞില്ല. 30,000 വോട്ട് മുസ്ലിം ലീഗിന്റെ ശക്തി തെളിയിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. അത് INL SDPI ഏത് പാർട്ടി വന്നാലും ലീഗിന്റെ കഴിഞ്ഞ പ്രാവശ്യം പോയ മണ്ഡലം അത് നോക്കണ്ട. തിരിച്ചു പിടിക്കും മണ്ഡലം. മുസ്ലിം ലീഗ് ഗോപി, പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. നമുക്ക് കാണാം കെ സുധാകരൻ അണികളെ ആവേശം കൊള്ളിക്കുന്ന നേതാവാണ്. അതേ ആവേശം ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഇടയിൽ കാണാം. നേരത്തെ തന്നെ കൊട്ടിക്കലാശവും പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കണ്ണൂർ നഗരം ഏതാണ്ട് ഉത്സവ ലഹരിയിലാണ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്, UDF സിന്ദാബാദ്, കെ സുധാകരനെ വിജയിപ്പിക്കും. കണ്ണൂർ സിറ്റിയിലെ മുസ്ലിം ലീഗ്. യെസ്, കണ്ണൂരിൽ നിന്നും അശ്വിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വിഭാഗത്തിന്റെ കൊട്ടിക്കലാശമാണ് നമ്മൾ കണ്ടത്. അടുത്ത മണിക്കൂറുകളിൽ മറുവിഭാഗത്തിന്റെയും അങ്ങനെ ഓരോ ഏരിയയിലേക്കും നമുക്ക് പോകാം. കാരണം പോലീസ് ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളാണ് വീതിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ഥലങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തിന് കാണിക്കുന്നു, വരുന്ന മണിക്കൂറിൽ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നമ്മളും പ്ലാൻ ചെയ്തിട്ടില്ല. ഏതായാലും കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. കോട്ടയം തിരുനക്കര മൈതാനിയിൽ 2 മണിക്ക് തുടങ്ങിയതാണ് ആൾക്കൂട്ടം. അത് ഇപ്പോൾ പൂഴിയിട്ടാൽ നിലത്ത് വീഴാത്ത രീതിയിലുള്ള ആൾക്കൂട്ടമായി മാറിക്കഴിഞ്ഞു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. കോട്ടയത്ത് തിരുനക്കര മൈതാനിലേക്ക് 2 മണി തൊട്ട് ആൾക്കൂട്ടം വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിപ്പോൾ ഒരു വലിയ ജനപ്രവാഹമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കൊട്ടിക്കലാശ കേന്ദ്രങ്ങളിലും എല്ലാ പാർട്ടികളും 3 പാർട്ടികളുടെയും 3 മുന്നണികളുടെ ഇടയും പ്രവർത്തകരും കൊടികളും ആവേശവുമുണ്ട്. ആവേശം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. മലപ്പുറത്ത് വലിയ ആവേശമാണ്. സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശനത്തിനായി സാനു ഇപ്പോൾ അല്പം മുമ്പ് ആ വേദിയിലേക്ക് എത്തുമ്പോൾ തന്നെ എത്രമാത്രം അണികളുടെ ആവേശമുണ്ട് എന്ന് മനസ്സിലായതാണ്. ഒരു ഭാഗത്ത് ചെങ്കടലും ഒരു ഭാഗത്ത് പച്ചക്കടലുമായി മലപ്പുറം കുന്നിന് മുകളിലുള്ള ആ പ്രദേശം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ സുരക്ഷയുടെ നടുവിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു മലപ്പുറത്തെ പാർട്ടി പ്രവർത്തകർ മുഴുവൻ കുന്നുമലേക്ക് ഒഴുകിയെത്തിയതുപോലുണ്ട്. സ്വാഭാവികമായും സാനുണ്ടാക്കിയ അണികൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ആവേശം ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് SFIക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരാവേശം വളരെ വലുത് തന്നെയാണ്. ആ ആവേശത്തിൻ്റെ പ്രതിഫലനം ഇന്ന് കൊട്ടിക്കലാശത്തിലും കാണാനുമുണ്ട്. കൊടികൾ വീശിക്കൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ മണിക്കൂറുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ആ വിശ്വാസം തങ്ങളിലേക്കും മറ്റുള്ളവരേക്കും പകരുക. അതുതന്നെയാണ് ഈ കുട്ടിക്കലാശത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ദേശവും പ്രചാരണ ഉദ്ദേശവും. ഞങ്ങൾ ജയിക്കും എന്ന് ഇരുകൂട്ടരും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ പറയുന്നത് സ്വാഭാവികമായും മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും. അതിന് ഫലം ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് പിറ്റേ ദിവസം കാണുന്ന വിഷയമാണ്. എന്നാലും അത് ആവർത്തിച്ച് ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കൂടുതൽ കൊടികൾ ഉയർത്തി, കൂടുതൽ വാദ്യങ്ങൾ ഉയർത്തി, കൂടുതൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് വോട്ടർമാരിൽ സ്വാഭാവികമായും ഒരു സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്കലാശത്തെ ഇത്ര വലിയ ആഘോഷമാക്കി ഓരോ പാർട്ടികളും മാറ്റുന്നതും. വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോ, ആ റോഡ് ഷോ നടന്നു കഴിയുമ്പോൾ സ്വാഭാവികം കണ്ടു നിൽക്കുന്നവൻ്റെ മനസ്സിൽ ഇവർ ഇത്രയും വലിയ പാർട്ടിയാണ്, ഒത്തിരി ആൾക്കാരുണ്ടോ എന്ന് തോന്നലുണ്ടാകുന്ന സ്വാഭാവികം. അതുപോലെ തന്നെ കുട്ടിക്കലാശത്തിൽ വലിയ തോതിലുള്ള ആഘോഷങ്ങളും മുദ്രാവാക്യങ്ങളും അണികളും ചേരുമ്പോൾ ആരാണ് ശക്തൻ എന്ന് കാണുന്നവർക്ക്, അല്ലെങ്കിൽ വിശ്വശരായി നാളെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ആലോചിക്കുന്നവർക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കുട്ടിക്കലാശവും ഇതുപോലെ വലിയ ജനക്കൂട്ടങ്ങളുടെ ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ആവേശം കൂടുകയുള്ളൂ. വരും മണിക്കൂറുകളിൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾ കുട്ടിക്കലാശത്തിൻ്റെ വേദിയിലേക്ക് അല്ലെങ്കിൽ ആ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തുന്നതോടുകൂടി പിന്നെ ഒരു പരിധിവരെ നമുക്ക് ഒരു ശബ്ദ കോലാഹലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഭാഗത്ത് വാദ്യ ഘോഷങ്ങളും മറുഭാഗത്ത് മുദ്രാവാക്യം വിളികളും. सुप्रीम कोर्ट कहता है
कि नरेंद्र मोदी जी जो देश के चौकीदार बने हैं वो चोर हैं। India only as Hindus versus non-Hindus. I see India as all Indians. You can be a Hindu, you can be a Muslim, you can be a Christian, you can be an atheist like me. I mean, India belongs to all of us. Mr. Narendra Modi has a myopic vision of India. He only sees Hindu India and then no other India. That is his philosophy, and that is what we need to reject. നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെയാ, നമ്മുടെ ആലത്തൂർ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. പോയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് 40 ദിവസത്തെ പ്രചാരണ കാലത്ത് കേട്ട വിവാദമായ വാചകങ്ങൾ, ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന വാചകങ്ങൾ, അവ ഈ മണിക്കൂറുകളിൽ നമ്മൾ ഒന്നുകൂടി കേൾക്കുന്നു എന്ന് മാത്രം. 20 മണ്ഡലങ്ങളിലും കുട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ, വിവിധയിടങ്ങളിൽ ആഘോഷങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് തീരമേഖലയിലൂടെ എ കെ ആന്റണിയുടെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എ കെ ആന്റണിയുടെ റോഡ് ഷോ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും അവസാന ലാപ്പിൽ ആ തീരമേഖലയെ ഇളക്കി മറിച്ചുകൊണ്ട് എ കെ ആന്റണിയുടെ ഒരു റോഡ് ഷോ പതിവുണ്ട്. സ്വാഭാവികമായും അത് വലിയ സ്വാധീനം തന്നെയാണ് തീരമേഖലയിൽ വരുത്താറും. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ കിരണാണ് റോഡ് ഷോയുടെ കൂടെയുള്ളതെന്ന് തോന്നുന്നു. കിരൺ, സ്വാഭാവികമായും കിരൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുമ്പേ എ കെ ആന്റണിയുടെ എത്ര റോഡ് ഷോ ഉള്ളതാണ്. അത് ആ പ്രദേശങ്ങളെ ഇളക്കി മറിക്കാറുമുണ്ട്. ഇപ്രാവശ്യം എന്താണ് അവസ്ഥ? അത് എല്ലാ തെരഞ്ഞെടുപ്പിനും തൊട്ട് മുമ്പും കോൺഗ്രസിന്റെ ഭാഗമായി ഇത്തരം റോഡ് ഷോ നടത്താറുണ്ട്. എ കെ ആന്റണി ഈ റോഡ് ഷോയ്ക്ക് തന്നെ ഇത്തവണയും എ കെ ആന്റണിയുടെ റോഡ് ഷോയാണ് ആരംഭിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് തീരദേശ മേഖലയിലെ വോട്ടാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കഴിഞ്ഞ തവണ നഗരമേഖലയിലെ മണ്ഡലങ്ങളിലാകെ കോൺഗ്രസ് പിന്നിൽ പോയപ്പോഴും തീരദേശ മേഖലയിലെ വലിയ ഭൂരിപക്ഷമാണ് കോൺഗ്രസിന്റെ ശശി തരൂരിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അത്തവണയും എ കെ ആന്റണിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു. എ കെ ആന്റണിയെ സംബന്ധിച്ച് വൈകാരികമായ ഒരു അടുപ്പം കൂടി ഈ തീരദേശ മേഖലയ്ക്കുണ്ട്. ആ അടുപ്പം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എ കെ ആന്റണിയുടെ റോഡ് ഷോ ഇത്തവണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ തീരത്തെ കൂടെയുള്ള ഈ റോഡ് ഷോയിൽ കൂടി ഈ തീരദേശ മേഖലയെ ആകെ ഇളക്കി മറിക്കുക, അല്ലെങ്കിൽ ഈ തീരദേശ മേഖലയിൽ ഇനിയും വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടില്ലാത്തവർക്കടക്കം കോൺഗ്രസിന്റെ ഒരു വിജയത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുക, അത്തരമൊരു ആവേശം അണികളിലേക്ക് എത്തിക്കുക, ബാക്കിയുള്ളവരെ കൂടി കോൺഗ്രസിലേക്ക് അടുപ്പിക്കുക. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു റോഡ് ഷോ നടത്തുന്നത്. എ കെ ആന്റണിക്കൊപ്പം ശശി തരൂരും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ എവിടുന്നാണ് തുടങ്ങുന്നത് കിരൺ? ഏതൊക്കെയാണ് അതിന്റെ റൂട്ട്? അവരുടെ പുഞ്ചിരി, അവരുടെ കൈവീശൽ, അവരുടെ എല്ലാം, അവരുടെ സ്നേഹം കാണാനും നമുക്ക് കിട്ടാൻ. ഗോപി, തുമ്പയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. രാവിലെ ഉമ്മൻചാണ്ടിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അത് വിഴിഞ്ഞത്ത് നിന്ന് നേരെ വടക്ക് ഭാഗത്തേക്കാണ് വന്നത്. പൊഴിയൂരിൽ നിന്ന് തുടങ്ങി വിഴിഞ്ഞം ഭാഗം വഴിയാണ് വന്നത്. ഇപ്പോൾ ഇവിടെ തുമ്പയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇത് വിഴിഞ്ഞത്തേക്കാണ് ഈ റോഡ് ഷോ പോകുന്നത്. രാവിലത്തെ റോഡ് ഷോ അവസാനിച്ച വിഴിഞ്ഞത്തിന്റെ ആ പോയിന്റ് വരെ ആയിരിക്കും പ്രധാനമായും എ കെ ആന്റണിയുടെ റോഡ് ഷോ പോവുക. അത് 6 മണിയോട് കൂടി ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ എല്ലാ തവണയും എ കെ ആന്റണിയുടെ റോഡ് ഷോ എപ്പോഴാണോ 6 മണിയാവുന്നത് അവിടെ അവസാനിപ്പിക്കുന്ന രീതിയാണ് മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമാവാൻ വഴിയില്ല. ഇതിന് മുന്നിൽ വാഹനങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളുടെ വലിയ നിരയുണ്ടാവും. അതോടുകൂടി തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന വേഗതയിൽ മുന്നോട്ട് പോകുന്നതിനും തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് ഷോ എവിടെയാണോ 6 മണിക്കത്ത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഇത്തവണയും അങ്ങനെ തന്നെയാണെന്നാണ് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും എ കെ ആന്റണിയുടെ റോഡ് ഷോ തിരുവനന്തപുരത്ത് തീരമേഖലയിലൂടെ വലിയ ആവേശമായി മുന്നോട്ട് പോവുകയാണ്. നിർണായകമായ ഘടകമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തീരമേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തീരമേഖലയിലെ ഇളക്കിമറിക്കൽ കൂടി ചേരുന്നതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തിൻ്റെ വിധിയെഴുത്ത്. സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരുവീഥികൾ നിറഞ്ഞു കഴിഞ്ഞു, കൊടികളാലും അണികളാലും വാദ്യഘോഷങ്ങളാലും. ഇനി നമുക്ക് കാസർഗോഡേക്ക് പോകാം. കാസർഗോഡ് നിന്ന് ബൈജു ആണുള്ളത്. ബൈജു, വടക്കേയറ്റത്തെ ആവേശങ്ങൾ, ചിത്രങ്ങൾ എങ്ങനെയാണ്? കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആവേശത്തിലാണ് ഓരോ മുന്നണികളും പ്രവർത്തകരും. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 35 വർഷത്തിന് ശേഷം UDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. കാരണം 35 വർഷക്കാലം ഞങ്ങളിവിടെ പരാജയപ്പെട്ടത് LDFിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും LDF അവരുടെ 95% വോട്ട് പോൾ ചെയ്യുന്നു, പിന്നെ ധാരാളം കള്ളവോട്ടുകൾ ചെയ്യുന്നു. അതേസമയം UDFന് അവരുടെ വോട്ടുകൾ മുഴുവൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാസർഗോഡുകാർ സ്നേഹത്തോടെ ഉണ്ണി ഇച്ചാന്നാണ് ഇപ്പോഴും അഭിസംബോധന. എങ്ങനെ തോന്നുന്നു കാസർഗോഡുകാരുടെ സ്നേഹം? ഞാൻ ഇവിടുത്തെ മാതാപിതാക്കന്മാരുടെ ഒരു മകനാണ്, ഇവിടുത്തെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ഒരു സഹോദരനാണ്.
ഞാൻ അവരുടെ ഒരു കുടുംബത്തിലെ അംഗമായി മാറിക്കഴിഞ്ഞു. ഇനി എൻ്റെ അവശേഷിക്കുന്ന ജീവിതം ഈ മണ്ണിൽ അവരോടൊപ്പമാണ്. ഞാൻ മരിക്കുന്നതും ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, അവരെന്നെ ഹൃദയത്തിലേറ്റി കഴിഞ്ഞു. അതാ ഈ റെഫറൻഡം ഒപ്പീനിയൻ പോൾ വരുന്നത്, ഇവിടെ UDF ജയിക്കുമെന്ന് പറയുന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ വികാരമാണ്. ആ വികാരം എനിക്ക് അനുകൂലമാണ്. അതാ ഇത്തവണ UDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആധാരം, അടിസ്ഥാനം. ഇതാണ് കാസർഗോഡ് ജില്ലയുടെ അവസ്ഥ. വലിയ ആവേശത്തിൽ തന്നെയാണ് ഓരോ മുന്നണികളും പ്രവർത്തകരുമുള്ളത്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. മാർഗമില്ല, കാരണം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ഈ 40 ദിവസത്തെ പ്രചരണകാലം ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കണ്ടു, ഒരുപാട് വാർത്താ സമ്മേളനങ്ങൾ കണ്ടു, ഇപ്പോൾ ഇതുപോലുള്ള കരച്ചിലുകൾ കണ്ടു. ഏതായാലും അതിൻ്റെ എല്ലാം ഫലം, റിസൾട്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രചാരണങ്ങൾ, ആശയപ്രചാരണമുണ്ടായിരുന്നു, സമവാക്യങ്ങളുടെ പ്രചാരണമുണ്ടായിരുന്നു, കൂട്ടിക്കിഴിക്കലുകളുണ്ടായിരുന്നു, ആരോപണങ്ങളുണ്ടായിരുന്നു, വിവാദങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ഇടപെട്ട ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. നിരവധി നടപടികളിലേക്ക് കടന്നു, നിരവധി പ്രാവശ്യം നടപടിയിലേക്ക് കടന്നു, നിരവധി പ്രാവശ്യം താക്കീതുകളിലേക്ക് കടന്നു, നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നുകൊണ്ടിരുന്നു. ഏറ്റവും ശക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട അല്ലെങ്കിൽ ഇടപെടേണ്ടി വന്ന ഒരു പ്രചാരണ കാലയളവ് കൂടിയായിരുന്നു ഈ 40 ദിവസം. വലിയ തോതിലുള്ള വിവാദങ്ങൾ ഇരുഭാഗത്തു നിന്നുണ്ടായി. ദേശീയ നേതാക്കൾ ഇത്രമാത്രം കേരളത്തിൽ വന്നും ഇളക്കി മറിച്ച ഒരു പ്രചാരണ കാലയളവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി തന്നെ കേരളത്തിൻ്റെ പ്രചാരണ ചിത്രം ആ ഒരർത്ഥത്തിൽ മാറിക്കഴിഞ്ഞു. ദേശീയ മാധ്യമങ്ങൾ ഇത്രമാത്രം കേരളത്തിലെ പ്രചാരണം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു കാലയളവും ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഈ 40 ദിവസം സംഭവ ബഹുലമായിരുന്നു. വാർത്തകളാലും വിവാദങ്ങളാലും നിറഞ്ഞതായിരുന്നു. ഏതായാലും ആ 40 ദിവസത്തിൻ്റെ സമാപനമാണ് ഇപ്പോൾ ഇനി 2 മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത്. വിവാദങ്ങൾ ഒരുപാടുണ്ടായി, ചർച്ചകൾ ഒരുപാടുണ്ടായി. അതിൻ്റെയൊക്കെ സമാപനം അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും ആ ചർച്ചകളുടെ, ആശയങ്ങളുടെ, വിവാദങ്ങളുടെ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ ചർച്ചയും ആവേശവും ആശയങ്ങളും ഒന്നുമല്ല, ആവേശമാണ്. ആവേശം കാണിക്കലാണ്, ആൾബലം കാണിക്കലാണ്, ശക്തി അറിയിക്കലാണ്. വിജയിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കലാണ്, ഞങ്ങൾ വിജയിക്കും എന്ന വിശ്വാസം പ്രകടിപ്പിക്കലാണ്. അതുവഴി മറ്റുള്ളവർക്ക് ഒരു സന്ദേശം നൽകലാണ്. അതിനുവേണ്ടിയുള്ളതാണ് കൊട്ടിക്കലാശ ചടങ്ങുകൾ. സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ 20 മണ്ഡലങ്ങളിലും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടെ പോയിട്ട് ഓള് പറഞ്ഞത് ഓർക്ക് മനസ്സിലായില്ല, അതാണേലും ഓക്കോട്ട് പിടിയിലാണ്. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ. ഞാൻ അന്നേ പറഞ്ഞല്ലേ അതിന്റെ ആഘോഷം പോയി ചോദിക്കണമെന്ന്. ഒരു തെറ്റേത് പോലീസുകാരന് പറ്റും, രണ്ടാമത് അത് ആവർത്തിക്കില്ല. മനസ്സിലാക്കാൻ ലേശം വൈകി. ഓ ആൺകുട്ടിയാണ് അന്തട്ടാ, ഓ പോയാ കാര്യം സാധിപ്പിച്ചിട്ടേ വരൂ. എന്താ അപമാനം? അപമാനം എന്താണ് എന്ന് നിങ്ങൾ ആ വാക്ക് പറയൂ. അപമാനിച്ച വാക്കെന്താ? അവൾ പോയിട്ട് ഒരു കാര്യവുമില്ല, എന്നാൽ അവൻ ആൺകുട്ടിയാണ്, അവൻ പോയാൽ അതിലെന്താ അപമാനം? അതിലെന്താ അപമാനം? സ്ത്രീകൾ ഒരു കാര്യത്തിന് പോയാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടില്ല. അവൾ ഒരാൾ. എന്താ രാജ്യത്തുള്ള സ്ത്രീകളെല്ലാം ബഹുവചന. ഇപ്പോൾ കണ്ണൂരിൽ സുധാകരന്റെ പ്രസംഗം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു. ഭാവിയുണ്ടെന്ന് നമുക്ക് തോന്നിയില്ലേ? അതുകൊണ്ട് ഇന്നിപ്പോ ജാഥ നമ്മൾ പോവാണ്. അച്ചടക്കത്തിനുള്ള ജാഥയാണ്, ഡിസിപ്ലിൻ ജാഥയാണ്. മുദ്രാവാക്യം ഒക്കെ വിളിച്ചോ, പക്ഷെ റൂട്ട് പറയണം. നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന റൂട്ട് പിറകിലല്ലാതെ നിങ്ങൾ റൂട്ട് മാറി യാത്ര ചെയ്യരുത്, ബഹളം വെക്കരുത്, വെറുതെ നാട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി കൂക്കരുത്. അതൊക്കെ കൂക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു മനാർക്കാണ്, മനസ്സിലായില്ല? അത് നമുക്ക് നമ്മളൊരു ഡീസൻസി കുറവാണ്. എന്റെ മുമ്പിൽ നിർത്തിയൊരു ബാക്കിൽ നിന്ന് കൂക്കുക. ഞാൻ ഇന്നലെ വഴിയോരത്ത് നിർത്തിയ വെച്ചാൽ എന്നെ കൂക്കി കളിക്കുന്നത് ചോദിച്ചു. അതുകൊണ്ട് കൂക്കൊന്നും ചെയ്യരുത്, മുദ്രാവാക്യം വിളിച്ചോളൂ, ശക്തമായ മുദ്രാവാക്യം. ഡിസിപ്ലിൻ ജാതിയാവണമെന്ന് ഒരിക്കൽ കൂടി അഭിപ്രായം. നമുക്ക് പുറപ്പെടാം.
സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശ വേദിയിലേക്ക് പോകാനൊരുങ്ങുകയാണ്. കണ്ണൂരിൽ സുധാകരൻ ഇതാ കൊട്ടിക്കലാശ വേദിയിലേക്ക് പോകുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അണികൾക്ക് കൃത്യമായ നിർദ്ദേശം നേതൃത്വം നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആവേശം വേണം, വലിയ ആവേശം വേണം, പക്ഷേ അമിതാവേശം പാടില്ല. കണ്ടറിഞ്ഞു വേണം ആവേശങ്ങളും മുദ്രാവാക്യങ്ങളും എന്ന് എല്ലാ പ്രവർത്തകർക്കും അവർ നിർദ്ദേശം നൽകുന്നുണ്ട്. പോലീസ് അവർക്ക് നൽകിയ ഓരോ പ്രദേശത്തും ഓരോ പാർട്ടിക്കാർക്ക് നൽകിയ പ്രദേശങ്ങളിൽ കൊടികളാലും വാദ്യഘോഷങ്ങളാലും തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക, തങ്ങളുടെ ആവേശം പ്രകടിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളത് ഓരോ പാർട്ടികൾ കൂടി കണ്ടെടുക്കേണ്ട കാര്യമാണ്. കാരണം നാളെ ഒരു ദിവസമേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിശദീകരിക്കാൻ പോലുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ കുട്ടിക്കലാശങ്ങൾ ഏറെക്കുറെ ശാന്തവുമാണ്. അപൂർവമായ ചില സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളായി നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ കുട്ടിക്കലാശത്തിൽ വലിയ മുദ്രാവാക്യം വിളികളുണ്ടെങ്കിലും ശാന്തമായി അത് കഴിഞ്ഞ് പിരിഞ്ഞു പോവുക തന്നെയാണ് ഉണ്ടാവാറ്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ ഉപരിയായി വലിയ ആവേശമാണ് ഈ പ്രാവശ്യം. വലിയ പോരാട്ടമാണ് നടക്കുന്നത്. പല മുന്നണികളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു മണ്ഡലം ഒരു വോട്ട് അതുപോലും കൈവിട്ടു പോകാൻ കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറുകളിൽ ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന ആവേശം, ആത്മവിശ്വാസം കാണിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഓരോ മുന്നണികൾക്കും ഓരോ സ്ഥാനാർത്ഥികൾക്കും നിർണായകവുമാണ്. ആ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. കൊടി വീശിക്കൊണ്ടും തോരണങ്ങൾ എറിഞ്ഞുകൊണ്ടും ബാൻഡുമേളങ്ങളാലും ചെണ്ടമേളങ്ങളാലും ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തെ ഏറ്റെടുക്കുകയാണ് അണികളെല്ലാവരും. കാണാനായി വലിയ തോതിൽ ആൾക്കൂട്ടം. അവർക്ക് പാർട്ടികൾ ഉണ്ടാവണമെന്നില്ല, എന്നാലും ഇന്നൊരു ഉത്സവം കാണാൻ ആൾക്കാരെത്തുന്നത് പോലെ തന്നെ പാർട്ടികളില്ലാത്ത സാധാരണക്കാരായ ആൾക്കാരും വലിയ കൂട്ടം വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് അവധി ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തെരുവുകൾ ഏറെക്കുറെ നിറഞ്ഞു കഴിഞ്ഞു. ഈ പ്രധാന കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഗതാഗത നിയന്ത്രണമുണ്ട്. വൈകുന്നേരം ഈ സമയങ്ങളിൽ വലിയ തോതിൽ ഗതാഗത കുരുക്കുമുണ്ടാവും. അത് ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഗതാഗതം തിരിച്ചുവിടൽ ഈ സമയങ്ങളിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുകൾ വിവിധ പ്രദേശങ്ങളുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായും ഈ കൊട്ടിക്കലാശം ഇത്രയും അധികം ആൾക്കാരെത്തുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ഭാഗത്ത് ഇടതുമുന്നണിക്കും ഒരു ഭാഗത്ത് വലതുമുന്നണിക്കും നടുവിൽ പോലീസുകാരുമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നവരെ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെയാണ്. NDA-കളിലെടുത്ത് 3 പേർക്കും കൊടുക്കുന്നു. അതിന് ഇടയിൽ പോലീസുകാർ കൃത്യമായ ഒരു അകലം പാലിക്കുകയും ചെയ്യുന്നു. ആവേശം അണപൊട്ടാതിരിക്കാനും വലിയ വേറെ വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാനും വേണ്ടി. ഏതായാലും 20 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശ വേദിയിലേക്ക് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. കാരണം ഇനി 2 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ 2 മണിക്കൂർ പറ്റാവുന്ന അത്ര ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക, പറ്റാവുന്ന അത്ര വേഗതയിൽ കൊടികൾ വീശിക്കൊണ്ടിരിക്കുക, പറ്റാവുന്ന അത്ര ഉയരങ്ങളിലേക്ക് കയറി കൊടികൾ വീശുക. അതുമാത്രമാണ് അണികളുടെ ലക്ഷ്യവും. I am not going to say a word against the CPM. I'm here to send a message of unity. I'm here to send a message that South India is important. And I fully understand that the CPM has to attack me. So I will absorb all their attack with happiness. But from me, you will not hear a word in my campaign against the CPM. കൊല്ലത്തെ ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളാണ്. കൊല്ലം കൊട്ടിക്കലാശത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നു കഴിഞ്ഞു. വാദ്യമേളങ്ങളാലും നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ എത്രമാത്രം ഉയരങ്ങളിൽ കൊടികൾ പറക്കും, എത്രമാത്രം വലിയ കട്ടൗട്ടുകൾ കാണിക്കാനാവും എന്നതിൻ്റെ പരീക്ഷണവും അടയാളവുമാണ് ആരാധകർ അല്ലെങ്കിൽ അണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ശ്യാമാണ് ചേരുന്നത്. ശ്യാം, ആ കൊട്ടും താളവും നമുക്ക് കേൾക്കാം. അണികളുടെ ആവേശം സ്വാഭാവികമായിട്ടും ശ്യാം അവിടെ കാണുന്നത് എന്തൊക്കെ? കൊട്ടിനിടയിൽ സാമിന് ചോദ്യം കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യങ്ങൾക്ക് റിപ്പോർട്ടർമാരുടെ പ്രതികരണങ്ങൾ കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ ഞാനും കരുതുന്നുള്ളൂ. കാരണം അവർ നിൽക്കുന്നയിടത്തും വലിയ തോതിൽ ശബ്ദ കോലാഹലങ്ങൾ. ഏറ്റവും ആവേശകരമായ പ്രചരണമാണ് കൊല്ലത്ത് അരങ്ങേറുന്നത്. കൊല്ലം ചിന്നക്കടയിലാണ് അതിന്റെ പ്രചരണം കലാശപ്പെട്ടായി. വിവിധ മുന്നണി അവരുടെ പ്രവർത്തകരുമൊക്കെ
അരമണിക്കൂറോളമായി ഇവർ ചിന്നക്കട കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പ്രവർത്തനം അല്ലെങ്കിൽ കലാപത്തിലേക്ക് എത്തി തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ മുതൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും റോഡ് ഷോ ആയിരുന്നു പ്രധാനപ്പെട്ട പ്രചരണ മാർഗം. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബുവും ഇടതുമുന്നണി സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി KV സാബുവും ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലും രാവിലെ പാരിപ്പള്ളിയിലാണ് റോഡ് ഷോ ആരംഭിച്ചത്. അതിനുശേഷം LDF സ്ഥാനാർത്ഥി NDF റോഡ് ഷോ ആരംഭിച്ചത് നമ്മുടെ പുനലൂരിൽ നിന്നാണ്. അതിനുശേഷം എല്ലാ സ്ഥാനാർത്ഥികളും കൊല്ലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ എല്ലാ സ്ഥാനാർത്ഥികളും ചിന്നക്കടയിലേക്ക് എത്തും. ഏതാണ്ട് കലാശക്കൊട്ട് അതിന്റെ പാരതമ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കൊടുമുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലമാണ് കൊല്ലം. 2 മുന്നണികൾ പരസ്പരം നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. വലിയ വിവാദങ്ങൾ ഒക്കെ തന്നെയും ഉണ്ടായി. അത്തരം വിവാദങ്ങളൊക്കെയും ഈ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ വളരെ വലിയ ചർച്ചയായിരുന്നു. അത്തരം ചർച്ച ഉണ്ടാകുന്നത് തന്നെ അതിന്റെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും അടിയിളക്കിയുള്ളൊരു പ്രചാരണമാണ് തുടക്കം മുതൽ തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലായിടത്തും ഉണ്ടായതും. കഴിഞ്ഞ 2 തവണയും കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതാണ് LDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മണ്ഡലം ഇത്തവണയും കൂടി നിലനിർത്തുക എന്നത് UDF-നെ സംബന്ധിച്ച് RSPയെ സംബന്ധിച്ചും അഭിമാന പോരാട്ടവുമാണ്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KV സാബുവും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് അവർ ആ രീതിയിലാണ് അവരുടെയും പ്രചരണ പ്രവർത്തനങ്ങളൊക്കെയും മുന്നോട്ട് പോയതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും കലാശക്കൊട്ട് കൊല്ലത്തും ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് കലാശക്കൊട്ടിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിനിലൊക്കെ കൊടികളും ബലൂണുകളും ഒക്കെ കെട്ടിവെച്ച് ഏറ്റവും ഉയരത്തിൽ അവരുടെ പതാക അല്ലെങ്കിൽ അവരുടെ ചിഹ്നങ്ങളൊക്കെ എത്തിക്കാനുള്ള കേന്ദ്രത്തിലാണ് മുന്നണിയുടെ പ്രവർത്തകരൊക്കെയും. പലവിധങ്ങളായ മാർഗങ്ങളാണ് പ്രചരണ മാർഗങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ശ്യാമാണ് കൊല്ലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചെണ്ടയേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ശ്യാം കുറേ നേരം അവിടുത്തെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒടുവിൽ ചെണ്ട തന്നെ വിജയിച്ചെന്ന് തോന്നുന്നു. ശബ്ദത്തിൽ മുങ്ങിപ്പോയി ശ്യാമിൻ്റെ. ഏതായാലും വരും മണിക്കൂറുകൾ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഓരോ തെരുവീഥികളും ചെണ്ടയിലും ബാൻഡുകളാലും മുഖരിതമായിരിക്കും. അതിൻ്റെ ആവേശം അർത്ഥത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു ഉത്സവം കാണുന്ന പ്രതീതിയാണ്, ഒരു പൂരം കാണുന്ന പ്രതീതിയാണ്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്ന് കാണുന്ന പ്രതീതിയാണ് കൊട്ടിക്കലാശം. My friends, I also stand before you today as a sister. I stand here on behalf of a man who I have known from the day I was born. He is going to be your candidate in this election, and over the last 10 years, he has faced a massive personal attack from his opponents. They have sought to portray in front of all of you and in front of the people of India a character of his which is very far from the truth. കൊട്ടിക്കലാശത്തിൻ്റെ കൊട്ടും പാട്ടും ആട്ടവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ സ്ഥാനമടക്കമുള്ള സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞു. ഈ 4 മണി 5 മണി ആ സമയം ആവുന്നതോടുകൂടി, 4 മണിയായിട്ടുള്ള സമയം 5 മണി ആവുന്നതോടുകൂടി തന്നെ സ്ഥാനാർത്ഥികൾ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശ വേദിയിൽ എത്തുകയും ചിലപ്പോൾ അവരുടെ ഒരു പ്രസംഗം ഉണ്ടാവും, ചില സമയങ്ങളിൽ അതുണ്ടാവാറുമില്ല. പക്ഷേ അവരെത്തുന്നു, അവരുടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. അതോടുകൂടി കൊട്ടിക്കലാശം അതിൻ്റെ മുദ്രാവാക്യം വിളികളാൽ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു പതിവ് ഈ പ്രാവശ്യവും അതങ്ങനെ തന്നെയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ പ്രവർത്തകരെല്ലാം പോലീസ് കൊട്ടിക്കലാശത്തിനായി അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിൽ തടിച്ചുകൂടി നിറഞ്ഞ് ഇരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും കാണുന്നത്. തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ ഒരു ഭാഗത്ത് കൊട്ടിക്കലാശം നടക്കുമ്പോൾ മറുഭാഗത്ത് റോഡ് ഷോ നടക്കുന്നുണ്ട്. AK ആന്റണിയുടെ റോഡ് ഷോ തീരദേശ മേഖലയെ ഇളക്കിമറിച്ചുകൊണ്ട് ആ റോഡ് ഷോ ഒരു ഭാഗത്തുകൂടെ പോകുന്നു. ശശി തരൂരും ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധയിടങ്ങളിൽ കൊല്ലത്ത് റോഡ് ഷോ നടന്നു. ഏതായാലും പ്രചാരണത്തിൻ്റെ അവസാന സമയമാണിത്. ഇത് ഈ 40 ദിവസത്തെ പ്രചാരണം നമ്മൾ വളരെ വ്യത്യസ്തത കണ്ട പ്രചാരണം കൂടിയായിരുന്നു. പ്രചാരണ രീതികളിൽ ഇപ്പോൾ സിനിമ പരസ്യങ്ങൾ, അതിൻ്റെ വാചകങ്ങൾ ഉപയോഗിച്ചുള്ള പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പരസ്യങ്ങൾ, അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രചാരണമായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന പരസ്യങ്ങളുടെ രീതി, വാചകങ്ങളുടെ രീതി, പോസ്റ്ററുകളുടെ രീതി
മാത്രമല്ല പ്രകൃതി സൗഹൃദമായ പ്രചാരണം കൂടിയായിരുന്നു. അങ്ങനെ വളരെ പ്രകൃതി സൗഹൃദമായ പ്രചാരണം, വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞ പ്രചാരണം, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രചാരണം, അതിൻ്റെ 40 ദിവസത്തെ സമാപനമാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമാപന ദിവസത്തെ കൊട്ടിക്കലാശത്തിൽ ഇനി എന്തെങ്കിലും പുതുമകളുണ്ടോ, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പാർട്ടിക്കാർ കരുതിയിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് വരും മണിക്കൂറുകൾ നമ്മൾ നോക്കേണ്ടത്. ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ കുടമാറ്റത്തിലെ സസ്പെൻസ് എന്ത് എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ സമാപന ദിവസത്തിലെ കുട്ടിക്കലാശത്തിൻ്റെ സസ്പെൻസ് ഇനി പാർട്ടികൾ വല്ലതും കരുതിയിട്ടുണ്ടോ, അതാണ് വരും മണിക്കൂറുകൾ നോക്കുന്നത്. വലിയ വലിയ കട്ടൗട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ വലിയ കട്ടൗട്ടുകൾക്ക് ഒരു വലിയ പ്രാധാന്യം ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പുകളിലുണ്ട്. സ്ഥാനാർത്ഥികളുടെ വലിയ വലിയ കട്ടൗട്ടുകൾ, പേരൂർക്കടയിലാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു വലിയ കട്ടൗട്ടിന് മുമ്പിലാണ്. പണ്ടും ഇത്തരം കട്ടൗട്ടുകൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത്രയും വലുത് എല്ലായിടങ്ങളിലും പലയിടങ്ങളിലുമായി ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിൻ്റെ കുട്ടിക്കലാശത്തിൽ കാണുന്നുണ്ട്. ഈ കൊടിവീശൽ, കൊടി പരമാവധി ഉയരത്തിലെത്തിക്കുക എന്നുള്ളതാണ് കൊട്ടിക്കലാശത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്ന്. അതായത് എത്രമാത്രം ഉയരത്തിൽ മറ്റുള്ളവരുടെ എതിർ പാർട്ടിക്കാരുടെ കൊടി പാറുന്നതിനേക്കാൾ ഉയരത്തിൽ നമ്മുടെ പാർട്ടിക്കാരുടെ കൊടി പാറണം എന്നാണ് ഓരോ അണിയുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ കൊടിയുടെ ഉയരം എത്രമാത്രം നീളാൻ പറ്റും, കട്ടൗട്ടുകളിൽ എത്രമാത്രം നീളാൻ പറ്റും എന്നുള്ളത് നോക്കുന്നുണ്ട്. പരമാവധി ഉയരത്തിലെ ബിൽഡിങ്ങുകളുടെ മുകളിൽ കയറി കട്ടൗട്ടുകൾ വയ്ക്കുക, കൊടികൾ വയ്ക്കുക, അതൊക്കെയാണ് ഒരു പതിവ്. പക്ഷേ ഇത്തവണ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ആവേശം എല്ലാ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ശരിക്കും ആലത്തൂരിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, സ്ഥാനാർത്ഥി കൂടെ ഉണ്ടോ, എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേലന്താവളത്ത് നിന്നും ആരംഭിച്ച് ആലത്തൂരിലാണ് പ്രചാരണത്തിന്റെ സമാപനം. രമ്യ ഒരു രാവിലെ മുതൽ തന്നെ നേരത്തെ ആലത്തൂരിന്റെ വടക്കാഞ്ചേരി മേഖലയെല്ലാം തന്നെ പര്യടനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് റോഡ് ഷോ വേലന്താവളത്ത് നിന്നും ആരംഭിച്ചത്. നമുക്കിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, ആയിരക്കണക്കിന് പ്രവർത്തകർ രമ്യയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. വലിയൊരു ആവേശം UDFന്റെ ഭാഗത്തുനിന്ന് ഇത്തവണ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രചരണത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി ഇത്രയും ശക്തമായ ഒരു പ്രചരണം, അത്തരമൊരു പ്രചരണം UDFന് ഇത്തവണ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷകൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷകൾ നൽകുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എല്ലാ വിഷയങ്ങളും മണ്ഡലത്തിൽ ചർച്ചയായി. നമ്മളോടൊപ്പം ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കൂടി ചേരുന്നുണ്ട്. രമ്യ, പ്രചരണം അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ്. ജയം ഉറപ്പിച്ചോ? വിജയം സുനിശ്ചിതമായിട്ടും UDFന്റെ കൈകളിലാണ്. ഈ ആലത്തൂരിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും, സഹോദരിമാരുടെ പിന്തുണയും, യുവാക്കളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും മുതിർന്ന ആളുകളുടെയും ഒക്കെ പിന്തുണയോട് കൂടി തന്നെ പ്രചരണത്തിന്റെ സമാപന പരിപാടിയിലേക്ക് പോവുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ, ആലത്തൂർ പാർലമെന്റിലെ വോട്ടർമാര് നമ്മുടെ വലിയൊരു ഊർജവും നൽകിക്കൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോയത്. ഈ മണ്ഡലത്തിൽ നിങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു, ജനങ്ങൾ സ്വീകരിച്ചു എന്ന് കരുതുന്നുണ്ടോ? ജനങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തു. ആ ജനങ്ങൾ കാണിച്ചു തന്ന വഴികൾ, ജനങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അങ്ങനെയാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. ജനങ്ങൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ 2-2.5 ലക്ഷത്തോളം ആളുകൾ നമ്മളടുത്ത് പ്രതികരിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മണ്ഡലത്തിനെ കുറിച്ച്. ഒട്ടേറെ വിവാദങ്ങൾ കൂടി ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പാട്ട് പാടുന്നത് വിവാദമായിരുന്നു. അതോടൊപ്പം തന്നെ LDF കൺവീനറുടെ വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോലും അതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. അതിനൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? ഈ പ്രചരണ പരിപാടിയും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവും ഒക്കെ കൊണ്ട് വിവാദങ്ങൾ അപ്രസക്തമായിരിക്കുകയാണ്. പക്ഷേ അതൊരു വലിയ ഖേദകരവും കൂടിയാണ്. കാരണം അത്തരം രീതിയിലിരിക്കുന്ന ഒരാൾ പോലും ആ രീതിയിലൊരു പരാമർശം ഒരിക്കലും നടത്താൻ പാടില്ല. പക്ഷെ നമ്മളൊക്കെ, എൻ്റെ നാട്ടുകാർക്കറിയാം, പൊതുജനങ്ങൾക്കറിയാം, ഞാനൊരു ജനപ്രതിനിധി ആയിരുന്നു. അപ്പം നമ്മളെ അറിയുന്ന ആളുകളുടെ ഇടയിലേക്ക് മോശകരമായ രീതിയിലുള്ള ഒരു പ്രതികരണം കൊണ്ട് അവർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് അതിനെക്കൊണ്ട് ഒരു മോശമായിട്ട് തോന്നിയതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ജനങ്ങൾ എപ്പോഴും നമ്മളോടൊപ്പം നിന്നു. അതാണ് സാധാരണ കോഴിക്കോടുകാരെ കുറിച്ച് പറയുന്നത്, അതിഥികളെ സ്വീകരിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോഴിക്കോട്ടുകാരെന്നാണ് പറയുന്നത്. ആലത്തുകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, കോഴിക്കോടുകാരേക്കാൾ അപ്പുറത്തുള്ള ഒരു വലിയ സ്വീകാര്യത നൽകിയ ആളുകളാണ് ആലത്തൂരുകാർ. വലിയ ആവേശത്തോടു കൂടി എന്നെ സ്വീകരിച്ചു, എന്നെ അവർ ഏറ്റെടുത്തു. അവരെന്നെ ഇപ്പോൾ ഈ വഴിയോരങ്ങളിലൂടെ, പൊതുജനങ്ങളിലൂടെ എന്നെ കൂടെ നടത്തിക്കുകയാണ്, കൂടെ നടക്കുകയാണ്, കൂടെ ഓടുകയാണ്. ഞാനും ആലത്തൂരുകാരുടെ കൂടെ പ്രചരണവുമായിട്ട് ഓടുകയാണ്.
ഇതാണ് രമ്യയ്ക്ക് പറയാനുള്ളത്. വലിയൊരു ആവേശവും പ്രതീക്ഷയും നമുക്ക് ആണ് അവരുടെ വാക്കുകളിലുള്ളത്. ഇനി ഒരുപക്ഷെ ഇത്രയും ശക്തമായ ഒരു പ്രചരണം അടുത്ത കാലത്തൊന്നും UDF നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ പറയുന്നത്. ശുഭാപ്തി വിശ്വാസം, തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് UDF ഉള്ളത്. അവരുയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകൾ, വോട്ടെടുപ്പിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഫലം തീർച്ചയായും ആലത്തൂരിൽ ഉണ്ടാകുമെന്ന വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDF. എതിർക്കുക, കെട്ടിപ്പിടിക്കുക. ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ ഇടതുപക്ഷത്തെ എതിർക്കുക, ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തെ പ്രകീർത്തിക്കുക. യഥാർത്ഥത്തിൽ ആ വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങാൻ കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചതുപോലെ കെട്ടിപ്പിടിച്ച് ഒരു ഉന്നം കൊടുത്തു. മുഖ്യമന്ത്രി അവിടെ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു ശൈലി. പരിഹസിക്കാനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരോട് കാലം മാറി കഥ മാറി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 20 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നും അനീഷാണ് ചേരുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. അനീഷ്, അവസാന മണിക്കൂറുകൾ, അടുത്ത കാഴ്ചകൾ, ആവേശം. ജനങ്ങളൊന്നാകെ പറയുമ്പോൾ ഈ കാലത്തിന്റെ ചാലക്കുടി മണ്ഡലത്തിലും കൊട്ടിക്കലാശം അതിന്റെ പാരമ്യതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 3 മുന്നണികളും അവരുടെ പ്രവർത്തകർ കൊടികളും വർണ്ണബലൂണുകളും ഒക്കെയായി, മുദ്രാവാക്യ വിളികളും ഒക്കെയായി ചാലക്കുടി പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ വലതുഭാഗമാണ് BJP പ്രവർത്തകർക്ക് NDA മുന്നണിക്ക് പ്രചരണത്തിനായി നൽകിയിരിക്കുന്നത്. റോഡിനോട് ചേർന്ന വശം ഇന്നസെന്റിന്റെ പ്രവർത്തകർ, അതായത് ഇടതുമുന്നണി പ്രവർത്തകർ കൈയടക്കിയിരിക്കുന്നു. വടക്ക് ഭാഗത്താണ് കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് വേണ്ടി UDF പ്രവർത്തകർ ഒന്നടങ്കം തമ്പടിച്ചിരിക്കുന്നത് അവിടെയാണ്. എന്തായാലും വളരെ വിപുലമായ ഒരുക്കങ്ങൾ പോലീസ് കൈക്കൊണ്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ചാലക്കുടി മണ്ഡലത്തിലെ കൊട്ടിക്കലാശം നടന്നത് അങ്കമാലിയിലായിരുന്നു. എന്നാൽ അങ്കമാലിയിൽ വലിയ സംഘർഷത്തിലാണ് ആ കൊട്ടിക്കലാശം അവസാനിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തവണ അങ്കമാലിയിൽ കൊട്ടിക്കലാശം അനുവദിക്കില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചാലക്കുടി കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശത്തിനായി പ്രവർത്തകർ നീങ്ങിയിരിക്കുന്നത്. കൃത്യമായ സ്ഥലങ്ങൾ 3 മുന്നണിയുടെ പ്രവർത്തകർക്കും നൽകിയിരിക്കുന്നു. അവ ഫയർ കിട്ടി വേർതിരിച്ചാണ് ഓരോ പ്രവർത്തകരും എത്തിയിരിക്കുന്നത്. വർണ്ണ കുടകളും കൊടിതോരണങ്ങളും വർണ്ണ ബലൂണുകളും ഒക്കെയായി സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിപ്പിച്ച ബനിയനുകളും വസ്ത്രങ്ങളും ഒക്കെയായി ആണ് ഈ പ്രവർത്തകർ ഈ കൊട്ടിക്കലാശം ആവേശകരമാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ളവർ, കുട്ടികളടക്കമുള്ളവർ, പുരുഷന്മാരും എല്ലാ തരത്തിലുള്ള പ്രവർത്തകരും ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിൽ അണിനിരക്കുന്നു. എന്തായാലും നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്നവരോട് തന്നെ ചോദിക്കാം, ആര് ജയിക്കും? നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? 1750 കോടി രൂപയുടെ വികസനം നടത്തിയ സഖാവ് ഇന്നസെന്റ് വിജയിക്കും ചാലക്കുടിയിൽ. ചുവന്ന കൊടി പാറിക്കും ഞങ്ങൾ. എന്തായാലും LDF ക്യാമ്പിലെ ആളുകൾ പൂർണ്ണമായി പറയുന്നത് ഇന്നസെന്റിന് വിജയം ഉറപ്പാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് UDF ക്യാമ്പിലാണ്, റോഡിന് ഇപ്പുറത്തുമുള്ള UDF ക്യാമ്പിലാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണത്തെ സാധ്യതകൾ? എങ്ങനെയാണ് ഇത്തവണത്തെ സാധ്യതകൾ? ഇത്തവണ 100% ബെന്നി ബെഹ്നാൻ ജയിച്ചിരിക്കും. 100%. എന്താണ് ബെന്നി ബെഹ്നാൻ ജയിക്കുന്നത്? അതെ, നമ്മുടെ കൂടുതലായിട്ടുള്ള ജനാധിപത്യം സംരക്ഷിക്കണം, നമ്മുടെ മതേതരത്വം പുലർത്തണം. അതിന് വേണ്ടിയിട്ട് എന്തായാലും ബെന്നി ചേട്ടൻ തന്നെ ജയിക്കും. തീർച്ചയായും ഒരു താരമണ്ഡലം എന്ന് വേണമെങ്കിൽ ചാലക്കുടിയെ വിശേഷിപ്പിക്കാം. കാരണം സിനിമാ താരവും സിറ്റിംഗ് എംപിയുമായ ഇന്നസെന്റ് മത്സരിക്കുന്നു. മറുവശത്ത് UDF കൺവീനറും കോൺഗ്രസിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളുമായ ബെന്നി ബെഹനാൻ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഈ മണ്ഡലം ഇന്നസെന്റിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കണമെന്ന വാശിയിൽ UDF മത്സരിക്കുന്നു. മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ CPM-ഉം LDF-ഉം നിലനിൽക്കുന്നു. അപ്പോൾ തീർച്ചയായും വളരെ വാശിയേറിയ പോരാട്ടമാണ്, പ്രചരണമാണ് നടന്നത്. അതിന് ഉചിതമായ രീതിയിൽ തന്നെയുള്ള ഒരു കൊട്ടിക്കലാശമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകം ഈ ചാലക്കുടിയിൽ എത്തിച്ചേരും. ഗോപി, ചാലക്കുടിയിലെ കുട്ടിക്കലാശം അവസാന മണിക്കൂറുകളിൽ അതിന്റെ വിവരങ്ങളാണ്, കാഴ്ചകളാണ് അനീഷ് പങ്കുവച്ചത്. ചാലക്കുടി മാത്രമല്ല, കേരളത്തിലെ 20 മണ്ഡലങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. സ്വാഭാവികമായും കുട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്കാണ് എത്തുന്നത്. നമ്മുടെ മുന്നിൽ ജനാധിപത്യ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർവസമ്മതനായ സ്ഥാനാർത്ഥി ഭാരതീയ
അഖിലേന്ത്യാ സെക്രട്ടറി, പാർശ്വവൽക്കരിക്കപ്പെട്ട മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെമ്പാടും ഉജ്ജ്വലമായി പോരാടുന്ന പ്രശസ്തനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് KV സ്വാമിന് ഈ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം താമരടയാളത്തെ രേഖപ്പെടുത്തിയ മഹാഭൂരിപക്ഷമേകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കൊല്ലം തിരുനക്കര മൈതാനിയിൽ 2 മണി മുതൽ വന്ന ആൾക്കൂട്ടമാണ്. അവരിപ്പോഴും ആടിയും പാടിയും മുദ്രാവാക്യം വിളിച്ചും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 3 വിഭാഗങ്ങളും സ്വാഭാവികമായും എല്ലായിടങ്ങളിലെയും പോലെ കൃത്യമായി പോലീസ് അവർക്ക് നൽകിയ സ്ഥലങ്ങളിലാണ് ആവേശ പ്രകടനങ്ങൾ. റോഡ് ഷോ ആയി സ്ഥാനാർത്ഥി ഈ പറഞ്ഞ ഇടങ്ങളിലേക്ക്, നേരത്തെ കൊട്ടിക്കലാശത്തിന് സ്ഥലം അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ കൂടിയെത്തുന്നതോടുകൂടി കൊട്ടിക്കലാശം അതിൻ്റെ വലിയ ഉച്ചസ്ഥായിലെത്തുകയും 6 മണിയോടുകൂടി ഒരു സൈറനുണ്ട്. അതോടുകൂടി അത് പൂർണ്ണമായി നിശബ്ദനായി എല്ലാവരും തിരികെ പോവുകയുമാണ്. ഏതായാലും അതുവരെയുള്ള 1.5 മണിക്കൂറുകൾ പാരഡി ഗാനങ്ങളുടെ ആഘോഷം, മുദ്രാവാക്യങ്ങളുടെ ആഘോഷം, നൃത്തങ്ങളുടെ ആഘോഷം, ചിലയിടങ്ങളിൽ പഞ്ചാരി മേളമുണ്ട്, ചിലയിടങ്ങളിൽ ബാൻഡ് സംഘങ്ങളുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും രീതി അനുസരിച്ച് അത് മാറി മാറി വരികയും ചെയ്യുന്നു. ഏതായാലും റോഡ് ഷോയും മുദ്രാവാക്യങ്ങളുമായി കുട്ടിക്കലാശം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തിൽ ഒന്നും നടക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. നിങ്ങൾ 20-ൽ 1 സ്ഥാനാർത്ഥി മാത്രമാണ്. വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്.